ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സായി. ആദ്യം തന്നെ ഒരു താങ്ക് യു പറഞ്ഞിട്ട് ഞാനിപ്പോൾ തുടങ്ങുവാണ്. അതായത് ഞാനും ഇവനും കൂടി ഇത് എങ്ങോട്ടാണ് പോണത് എന്നല്ലേ. അതായത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടൊന്നുമല്ല രണ്ടെണ്ണത്തിൻ്റെ ശല്യം കാരണം വീട്ടുകാർക്ക് വേണ്ട മുതലാണല്ലോ ഇനിയും. ബൈ ദ വേ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഈ ലൈറ്റ് അറേഞ്ച്മെൻ്റ് കണ്ടാൽ മനസ്സിലായി കാണും. ഇവിടെ ഉത്സവമായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുമായിരുന്നു. നടന്ന് വന്നതിൻ്റെ എനർജി കയറ്റാനായിട്ട് ഞാനും അവനും ഒരു ഐസ്ക്രീം വെച്ച് കഴിച്ചു. പിന്നെ കളങ്കാവലൊക്കെ കഴിഞ്ഞിട്ട് പടക്കമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണം അറിഞ്ഞിട്ടാണോ എന്തോ ഈ സാധനങ്ങളെല്ലാം താഴെ വന്നത് പൊട്ടലായിരുന്നു. ഈ സാധനങ്ങൾ എല്ലാം താഴെ വന്നത് പൊട്ടലായതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ 4 വകിനിറങ്ങി ഓടണം ഞാൻ കണ്ടിരുന്നു. പിന്നെ കാരണം ഈ സാധനം മോളി വന്ന് പൊട്ടണോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ അറ്റത്ത് കയറിയിരുന്ന കുറേ പേരുണ്ടായിരുന്നേ. എനിക്ക് അവനും പണ്ടോട്ടെ പടക്കം അത്രയ്ക്ക് പേടിയില്ലാത്തതുകൊണ്ട് തന്നെ കസാരയിട്ട് നല്ല വിശാലമായിട്ട് സിനിമ കാണുന്ന രീതിയിലാണ് ഞാൻ അവനും കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ പേടിയൊന്നും ഇല്ലായിരുന്നു, എന്നാലും ചിന്ന ഭയം ഉണ്ടായിരുന്നു. കാരണം തലയ്ക്ക് മണ്ടയ്ക്കൊക്കെയാണ് പോണത്. അപ്പം പിന്നെ കുറേ നേരം ഇരുന്ന് കണ്ടു. ബൈ ദ ബൈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വരെ മര്യാദയ്ക്ക് പൊട്ടിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ സാധനം മൊത്തം താഴെ വന്നാൽ പൊട്ടിയത്. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയും പോലെ പക്ക ക്ലിയറായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൈ മാത്രമേ അനങ്ങുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഓരോ പടക്കം പൊട്ടുമ്പോഴും എൻ്റെ കൈ അനങ്ങുന്നുണ്ട്. കാരണം ചെറിയ പേടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം മണ്ടയ്ക്ക് വന്നെന്ന് പൊട്ടുമ്പോൾ ആർക്കായാലും ഒരു ചെറിയ പേടി കാണും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവനും കുറച്ച് ഗാനമേളയൊക്കെ കേട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ വിശപ്പിൻ്റെ വിളി അസ്കിത അങ്ങോട്ട് കുത്തിക്കയറി വന്നപ്പോൾ ഞാനവനും എണീച്ച് വീട്ടിൽ പോയി. പിന്നെ മാമനുള്ളതുകൊണ്ട് തന്നെ മാമൻ വീട്ടിലേക്ക് ആക്കിയിട്ട് പോയി. അതുകൊണ്ട് തന്നെ നടന്നു വന്ന് നമ്മൾ കാറിൽ കയറിയാണ് തിരിച്ചു പോയത്. അപ്പോൾ ബൈ.